പത്തനംതിട്ടയിൽ ബാബു ജോർജും സജി ചാക്കോയും അടക്കം മുൻ കോൺഗ്രസ് നേതാക്കൾ CPIM-ൽ ചേർന്നു. ദേശീയതലത്തിൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ മതേതരവാദികൾ CPIM-ൽ ചേരുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ പാർട്ടിയിലേക്ക് ഒഴുകി വന്നു ചേരുന്ന അവസ്ഥ ഉള്ളത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, പത്തനംതിട്ടയിൽ ബാബു ജോർജും സജി ചാക്കോയും അടക്കം മുൻ കോൺഗ്രസ് നേതാക്കൾ CPIM-ൽ ചേർന്നിരിക്കുന്നു. ദേശീയതലത്തിൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ മതേതരവാദികൾ CPIM-ൽ ചേരുകയാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായിരിക്കുന്ന അധ്യക്ഷനായിരുന്ന ബാബു ജോർജും അതുപോലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും ഇപ്പോൾ CPM-ൽ ചേർന്നിരിക്കുന്ന ഇരുവരെയും MP ഗോവിന്ദൻ മാസ്റ്റർ ഷാമണിച്ച പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇരുവരും മാത്രമല്ല, കോൺഗ്രസിലെ പല ഭാരവാഹിത്വം വഹിച്ച മണ്ഡലം ഭാരവാഹിത്വത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവർക്കൊപ്പം ഇപ്പോൾ CPM-ൽ ചേർന്നിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ BJP-യിൽ നിന്ന് അങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഈ സ്വീകരണ യോഗത്തിൽ ഇന്ന് പാർട്ടിയുടെ ഭാഗമായി തീരുകയാണ്. അതായത് നൂറുകണക്കിന് ആളുകൾ പത്തനംതിട്ടയിൽ CPM-ലേക്ക് എത്തുന്നു. ഇത് പാർട്ടിയെ കൂടുതൽ ആളുകൾ സ്വീകാര്യനാക്കുന്ന തെളിവായിട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ തവണ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളും ഇടതുപക്ഷ മുന്നണിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇപ്പോഴും ആ യോഗം തുടരുകയാണ്. ബാബു ജോർജാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു പൊതുപ്രവർത്തകന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവരെ ചേർത്ത് നിൽക്കുന്ന പ്രസ്ഥാനം CPIM ആണെങ്കിൽ അതാണ് സഖാവ്. താൻ ഇനി മുതൽ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിൽ തുടരുമെന്നാണ് ബാബു ജോർജും വ്യക്തമാക്കുന്നത്. മറ്റുള്ള ആളുകൾ സംസാരിക്കാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ശരി, പത്തനംതിട്ടയിൽ ബാബു ജോർജും സജി ചാക്കോയും അടക്കം മുൻ കോൺഗ്രസ് നേതാക്കൾ CPIM-ൽ ചേർന്നിരിക്കുന്നു. ദേശീയതലത്തിൽ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ മതേതരവാദികൾ CPIM-ൽ ചേരുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിശദാംശങ്ങളാണ് സുജു ടി ബാബു നൽകിക്കൊണ്ടിരുന്നത്.